നമസ്കാരം. ഞാൻ വൈദ്യർ സെൽവരാജ് മൂപ്പനാറാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പേ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാവുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വരൂപ് എങ്ങനെ ഇരിക്കണം, നമ്മൾ എങ്ങനെ ജീവിക്കണം, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ എന്താണ്, നമ്മൾ എന്തിനാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വരുന്നത്. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഇത് പണ്ട് നമ്മളെ എത്രയോ തലമുറകൾക്ക് മുമ്പേ നമ്മളെ പൂർവികർ ഒരു സംവിധാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് വിവാഹ ജീവിതം. ഈ വിവാഹ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് പണ്ടത്തെ കാലമാണെങ്കിലും ഇന്നത്തെ കാലമാണെങ്കിലും എല്ലാം ഒരു ഉദ്ദേശമാണ്, ഒരേ ചിന്തയാണ്. കാര്യം അവരുടെ ഒരു കുടുംബം, ഇപ്പോൾ നമ്മൾ ജനിച്ച് വരുന്നു, നമ്മളെ പാവം തീർക്കണമെങ്കിൽ നമ്മളൊരു കുഞ്ഞായി വരുന്നു, നമ്മളെ കുഞ്ഞിനെ വളർത്തി നമ്മളെ ഒരു 10-15 വയസ്സ് വരെ വളർത്തി കഴിഞ്ഞാൽ അമ്മയുടെയും അച്ഛൻ്റെയും കടമ തീർന്നു. ശരിക്കും അതാണ്. അവരൊരു 15 വയസ്സ് വരെയാണ് നമ്മളെ കുഞ്ഞായി കണ്ട് നമുക്ക് വേണ്ട എല്ലാം അച്ഛനമ്മയും തരേണ്ടത്. ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ള കഴിവുണ്ടായി. ആർക്കാണ്? നമുക്ക്, ഈ കുഞ്ഞുങ്ങൾക്ക്. പണ്ടൊക്കെ 10 വയസ്സ് മതിയായിരുന്നു. 10 വയസ്സിന് കഴിഞ്ഞാലേ നമ്മളെ ഭക്ഷണത്തിനുള്ള വക നമ്മൾ തന്നെ അധ്വാനിക്കും. അന്നത്തെ കാലത്ത് അത് ചെയ്യിപ്പിക്കുക അവർ, അച്ഛനമ്മയും എന്ന് പറയുന്നവർ നമ്മളെ ചെയ്യിപ്പിച്ചിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അന്ന് ഇന്നത്തെ കണക്കല്ല, സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതമല്ല. ഇന്ന് മക്കൾക്കൊക്കെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനമില്ല. പണ്ടങ്ങനെയല്ല, ഇഷ്ടം പോലെ സ്വാതന്ത്ര്യമുള്ള സമയമാണ്.